പൊതുവെ നമ്മുടെ കലികാലം എന്നാണല്ലോ പറയുന്നത്. നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നു, പത്രം എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് സീനിയർ സിറ്റിസൺസിന് നേരെയുള്ള അതിക്രമങ്ങൾ വളരെ വളരെ വ്യാപകമാണ്. ഇപ്പോൾ മാതാപിതാക്കളെ നോക്കാത്ത മക്കളാണ് അധികവും ഉള്ളത്. അത് വാർത്ത അല്ലാതായി തീർന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒഴിവാക്കി, പിന്നെ കുളിമുറിയിൽ ഒതുക്കുക, ഭക്ഷണം ആവശ്യത്തിന് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള വളരെ മൃഗീയമായ ട്രീറ്റ്മെന്റിലേക്കാണ് അച്ഛനമ്മമാരെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വൃദ്ധ സദനങ്ങൾ വളർന്നു വരുന്ന. അപ്പോൾ അതായത് കൂണുപോലെ പന്തലിക്കുകയാണ് വൃദ്ധസദനങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ സീനിയർ സിറ്റിസൺസിന്റെ ഒരു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? അത് ആയ കാലത്ത്, എൻ്റെ ബാല്യകാലത്തല്ല, കൂട്ടുകുടുംബ വ്യവസ്ഥയായി. കൂട്ടുകുടുംബം എന്ന് വെച്ചാൽ അമ്മ കാണും, അപ്പൂപ്പൻ കാണും, എല്ലാം കാണും. പക്ഷെ ആ വ്യവസ്ഥിതി മാറി ഒരു സാധാരണ കുടുംബമായി. സാധാരണ കുടുംബത്തിൽ 2-3 കുടുംബം കാണും, പടിപ്പരയിലും അവിടെ ഇവിടെ താമസിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അണുകുടുംബങ്ങളായി. ഒരു ഫ്ലാറ്റ് എടുക്കും, അവൻ്റെ അകത്ത് അച്ഛനും അമ്മയും ഒരു കുട്ടിയോ മറ്റോ കാണും. ആ കുട്ടിയെ ഒരു 8 മണിയാകുമ്പോൾ വണ്ടി വരും, വണ്ടിക്കകത്ത് അവർ കയറ്റി വിടും, കിൻഡർ ഗാർഡനിലോ അതിൽ പഠിക്കാനായിട്ട് വിടും. അപ്പോൾ അവരെ ജോലി തീരും, ഒരു ജോലിക്കാർ കാണും. പക്ഷേ 2 പേർക്കും ജോലിയുള്ളവർക്ക് മാത്രമേ ആ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ല വരുമാനം വേണം സിറ്റിക്കകത്ത് താമസിക്കാനും, കുട്ടികളെ പറഞ്ഞയക്കാനും, പഠിപ്പിക്കാനും, അതിനെ സംരക്ഷിക്കാനും ഒക്കെ ചിലവുണ്ട്. കൂട്ടുകുടുംബം ഭയങ്കര ചിലവുള്ള സംഭവമാണ്. കാരണം കൂട്ടുകുടുംബത്തിനകത്ത് സഹവർത്തിത്വമുള്ളവരായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അവർ മറ്റേ മണി മോട്ടീവായിട്ട് ജീവിച്ചവരല്ല. അവർ ആളുകളെ സ്നേഹിച്ചിരുന്നു. ആളുകൾ വേണം, എൻ്റെ കുടുംബ ബന്ധു എന്തെങ്കിലും തരത്തിലൊരു ബന്ധുക്കൾ കാണുമല്ലേ, അവർ നമ്മളോട് പുഴുക്കൊരു കുത്തുമായിരിക്കും. പിന്നെ ചിലവർ ചാണകം മെഴുകി ചാണകമെല്ലാം മെഴുകി ഉണക്കും. കാരണം നെല്ല് അവിച്ച് കുത്തി അവിച്ച ശേഷം അതിനകത്തിട്ടായിരിക്കും ഉണക്കുന്നത്. അപ്പോൾ പിന്നീട് ഇവർ ഉലക്ക എടുത്തിട്ട് ഉരളിട്ട് തന്നെത്താനെ കുത്തുന്നതാണ്. മെഷീനൊന്നും അന്നില്ല എൻ്റെ ബാല്യകാലത്ത്. അന്ന് ഇതൊക്കെ കുത്തിയെടുത്തിട്ടാണ് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നത്. പക്ഷെ അതെല്ലാം അവർക്കും ആരോഗ്യത്തിന് ഹാനികരമല്ല. ആർക്ക്? ഈ ഉലക്ക ഇടുന്നവർക്ക്. എന്നുവെച്ചാൽ അവർ തീട്ടിയെടുക്കുന്നതാണ്. അവർക്ക് നെല്ലിനെ അരിയാക്കി എടുക്കണ്ടേ, പ്രോസസ്സിങ് ആണത്. അന്ന് മില്ലൊന്നുമില്ല. അവർ തന്നെത്താനെ തറയിൽ കല്ല് പാകിയിട്ടുണ്ട്. ആ കല്ലിൽ വെച്ചാണ് ആദ്യം കുത്തുന്നത്. അതിനുശേഷം ഉരലിനകത്തിട്ട് തീട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുത്തുന്നതെല്ലാം ഈ പൂണുള്ളതായിട്ടാണ്. അതിനുശേഷം പൂണില്ലാത്ത മറുഭാഗം ഇട്ടായിരിക്കും അപ്പുറത്ത് കുത്തുന്നത്, ഇതിനകത്തിട്ട് കുത്തുന്നത്. അപ്പോഴേ അതിൻ്റെ തവിടും ബാക്കിയുള്ളതൊക്കെ അങ്ങ് പോകും, കുറച്ച് ഏകദേശമൊക്കെ ആയിരിക്കും. അതിനുശേഷമാണ് നമുക്ക് അരിയാക്കി വരും, പാറ്റി പറക്കി എടുക്കുന്നത്. മനസ്സിലായി? പാറ്റി എടുത്ത് വരുമ്പോൾ ആ അരി പ്രത്യേകം ഇടും. നല്ല രസമായിരിക്കും കാണാൻ, ചെമ്പാകും. അപ്പോൾ ഇതിനകത്ത് ഇതിനെ പതുക്കെ മറ്റേ മുറത്തിനിങ്ങനെ കൊട്ടുമ്പോൾ ഇതിനകത്ത് പട്ടു പോലെയുള്ള തവിട് ഉണങ്ങും. അപ്പോൾ ഈ 2 അമ്മച്ചിമാരായിരിക്കും ഇത് കുത്തുന്നത്. മക്കൾ പോയി 2 കരിപ്പട്ടി എടുത്തോണ്ടോ. അപ്പം ഞാൻ പോയിട്ട് എന്തെന്നറിയാമോ, ഞങ്ങൾക്ക് ഈ കരിപ്പട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. കരിപ്പട്ടിയുടെ കണ്ണിനെ ഇങ്ങനെ പതുക്കെ ഇളക്കും. കണ്ണിളക്കി വരും, 2-3 കണ്ണിളക്കി കൊണ്ട് കൊടുക്കും. അവർ ഇതിനകത്തിട്ട് വിരയെടുത്ത് ഓരോ ഇങ്ങനെ പിടിച്ച് തരും, തിന്നോളാൻ പറയും. തവിടാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ ആരോഗ്യമൊക്കെ ഇപ്പോഴും മെച്ചപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് അവർ കരിപ്പട്ടിയും ഇതും കൂടെ വിശഞ്ഞ് ഒഴുക്കട്ട പോലെയാണ് കൈ തരുന്നത്. അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളവനാണ് ഞാനൊക്കെ, എൻ്റെ അനിയൻ.